ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യക്കാഴ്ച. ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമർപ്പിച്ച ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോരാട്ടവും നീണ്ട 39 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള നിയമസഭയ്ക്ക് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി UDF പ്രതിനിധി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തതുമാണ് കേരളം ഉറ്റുനോക്കിയ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കേരള നിയമസഭയിലും വാർത്താമാധ്യമങ്ങളിലും ഈ ആഴ്ച ഉയർന്നുവന്ന പ്രധാന ചർച്ചാ വിഷയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക നില വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ സമർപ്പിച്ച 195 പേജുള്ള ധവളപത്രമാണ് ഈ രാഷ്ട്രീയ പോരിനെ വഴിവെച്ചത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കടക്കം നൽകാനുള്ള കോടികൾ നൽകാതെ 6000 കോടി രൂപ ബാക്കി വെച്ചെന്ന് ഒരു കഥയുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് സതീശൻ പറഞ്ഞു. 6000 കോടി രൂപയുണ്ടെന്ന വാദം തെറ്റാണെന്നും LDF സർക്കാർ പടിയിറങ്ങുമ്പോൾ 2212 കോടി രൂപ മാത്രമാണ് ബാക്കിയെന്നും കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ലഭിച്ച റിപ്പോർട്ട് ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ കണ്ണടച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. ലഭിച്ച റിപ്പോർട്ടിൽ ധനവകുപ്പ് ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ടോ? നിയമവകുപ്പ് കാണേണ്ട കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. സിവിൽ സർവൻസ് പരിശോധിച്ച് സർക്കാർ രേഖയായി ആധികാരികത ഉറപ്പുവരുത്താതെ കണ്ണടച്ച് സഭയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ രീതിയാണോ? മന്ത്രിസഭ കണ്ടതുകൊണ്ട് ഫാക്ട് ചെക്ക് നടന്നു എന്ന് വരുമോ എന്നും പിണറായി വിജയൻ സഭയിൽ ചോദിച്ചു. നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെന്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെന്റ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA-മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ CDS പരിശോധിച്ചാൽ CDSന്റെ ചെയർമാൻ ഇതിനകത്ത് കമ്മിറ്റി അംഗമാണ്. CDSൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ സഹകരണം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ബജറ്റിന്റെ ഡോക്യുമെന്റിൽ, പ്ലാൻ ഡോക്യുമെന്റ്, ഇതൊന്നും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റും ഇതിനകത്തില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വിദഗ്ധരായ 3 പേരുടെ സഹായം ഞങ്ങൾ തേടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ KM ചന്ദ്രശേഖർ, ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ ഡി നാരായണൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, CDSന്റെ ചെയർമാനായ ഡോക്ടർ വീരമണി. മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തികകാര്യ വിദഗ്ധരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പല നോട്ടുകളും പരിശോധിച്ച് ധനകാര്യ വകുപ്പാണ് അതിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് നമ്മളങ്ങ് വിചാരിക്കണം. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ്
ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായ അറിവുള്ള ആളുകളല്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ്, ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരു പ്ലാനും തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ കുഴിമാന്തുന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണമെങ്കിൽ വിദഗ്ധ ഉപദേശം വേണം. ആ വിദഗ്ധ ഉപദേശം ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നേടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ വിദഗ്ധരുടെ സേവനവും അവരുടെ ഉപദേശവും ഈ വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അവരോട് നന്ദി പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ഇദ്ദേഹം ഉന്നയിച്ചതുപോലുള്ള ഒരുവിധ നമ്മുടെ ഏതെങ്കിലും ഒരു ചട്ടമോ ഒരു നടപടിക്രമോ ഒന്നും ലംഘിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ബേസിക് ഡോക്യുമെന്റായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ന് സഭയിൽ സർക്കാർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ധവളപത്രം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും, ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയണത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ, ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം, അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെ ഉള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇസ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ,
ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല നിങ്ങൾ ബോളം ഉണ്ടാക്കിയല്ലേ, ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങള് അതുകൊണ്ടെന്താ കുഴപ്പം? ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയില്ല, അത് ശരിയായ ക്രമമല്ല. അതേസമയം 10 വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം UDF തയ്യാറാക്കിയത് AI സഹായത്തോടെയാണെന്നും ഇത് ഗുരുതരമായ പ്രശ്നമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സീക്രട്ട് സെഷനിലെ ഡാറ്റ അടക്കം AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. ഈ 195 പേജ് വരുന്ന ഇത്രയും വലിയൊരു രേഖ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നി, ഇതെങ്ങനെയാണ് തയ്യാറായി എന്നുള്ളത്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ, 2 സാർവത്രികമായിട്ട് അംഗീകാരമുള്ള AI കണ്ടന്റ് ഡിറ്റക്ഷൻ ടൂൾസ് അതുപയോഗിച്ച് ഈ ഡോക്യുമെന്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അല്ല, സബ്സ്റ്റാൻഷ്യൽ പോർഷൻ, ഗണ്യമായൊരു ഭാഗം AI ജനറേറ്റഡ് ആണ്. AI ഉപയോഗിക്കുന്നതിന് ഞാനിതിനൊന്നും അല്ല കേട്ടോ. അതിന് ആധുനിക കാലത്ത് അങ്ങനെ നിലപാടേ എടുക്കാൻ പറ്റൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ സീക്രട്ട് സെക്ഷനിലെ അടക്കമുള്ള ഡേറ്റ എല്ലാം പബ്ലിക് ഡൊമൈനിലാണെന്ന് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമല്ലേ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മുഖ്യമന്ത്രി VD സതീശൻ ക്ലാരിഫൈ ചെയ്യണം. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ സീക്രട്ട് ഡാറ്റ AI ടൂൾസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിന് ഉള്ള മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി, ഹൈക്കോടതി, പിന്നെ കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, കേരള സർക്കാർ എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി 19 ജൂലൈ 2025 കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നിർവഹിച്ചിട്ടുണ്ട്. 1, അപ്രൂവ്ഡ് AI ടൂൾസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സെൻസിറ്റീവായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ LLMസിൽ ഇടാൻ പാടുള്ളതല്ല. ദെൻ ഫുൾ ഹ്യൂമൻ ഓവർസൈറ്റ് വേണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നൗ കേരള ഹൈക്കോടതി ഇതുപോലെ തന്നെ കേരള ഹൈക്കോടതിയാണ് 19 ജൂലൈ 2025 നിർദ്ദേശം നൽകിയത് ഈ പറഞ്ഞ രീതിയിൽ. 2026 ജൂൺ 3 സുപ്രീം കോടതിയും ഇതുപോലെ തന്നെ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്ട്രി ഉദ്യോഗസ്ഥര് അവരുടെ എക്യുപ്മെന്റ്സിൽ AI ടൂൾസ്, പബ്ലിക് ജനറേറ്റീവ് AI ടൂൾസ്, ChatGPT അല്ലെങ്കിൽ അതുപോലുള്ള LLMs ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
പിന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിബന്ധനകളുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഏറ്റവും അവസാനം കേരള സർക്കാർ തന്നെ കേരള AI നയം അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചപ്പോഴും ഇതിനെതിരെ ജാഗ്രത പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ AI ടൂള് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തതാണോ എങ്കിൽ ഏതൊക്കെ ഡാറ്റയാണ് സർക്കാരിൻ്റെത്? സീക്രട്ട് സെഷൻ ഡാറ്റ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പ്രശ്നം എന്താ? നിയമസഭയിൽ വെക്കുന്ന രേഖകളിലുള്ള പബ്ലിക് ട്രസ്റ്റ് ഇല്ലാതാക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ സെൻസിറ്റീവ് ഡാറ്റ പബ്ലിക് ഡൊമൈനിലേക്ക് ആർക്ക് പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നൽകുകയാണ്. ഇത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള AI നയം ടൂള് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെ അണ്ടർമൈൻ ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോഴാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഈ ധവളപത്രത്തിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി UDF പ്രതിനിധി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നീണ്ട 39 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഈ പദവിയിലെത്തുന്നത് എന്ന ചരിത്രപരമായ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 99 വോട്ടുകൾ നേടിയാണ് ഷാനിമോൾ ഉസ്മാൻ വിജയം കൈവരിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ മുഹമ്മദ് മുഹസിനെ 34 വോട്ടുകളാണ് ലഭിച്ചത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താതിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവരും LDFലെ CK ഹരീന്ദ്രൻ ഉൾപ്പെടെ ഒരാളും സഭയിൽ ഹാജരായില്ല. കൂടാതെ NDAയുടെ 3 MLA-മാരും വോട്ടെടുപ്പിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് KPCC AICC അംഗമായും മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷയായും ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1966 ആലപ്പുഴ തകഴിയിൽ ജനിച്ച ഷാനിമോൾ ഉസ്മാൻ MA, MLB ബിരുദധാരിയും അഭിഭാഷകയുമാണ്. രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായ അരൂർ മണ്ഡലത്തിൽ നിന്ന് 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അവർ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് 2021 LDF സ്ഥാനാർത്ഥിയായി ദലീമയിലൂടെ ഇടതുമുന്നണി ഈ മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാനിമോൾ ഉസ്മാൻ മണ്ഡലം വീണ്ടെടുക്കുകയും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.